ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, സ്വഹാബ, നിങ്ങളുടേതാകുന്ന യുവാക്കൾ പിഴച്ചു പോകുന്നതായ കാലഘട്ടം കടന്നു വന്നാൽ, നിങ്ങളുടേതാകുന്ന സ്ത്രീകൾ പിഴച്ചു പോകുന്ന കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടേതാകുന്ന യുവാക്കളില്ലയോ, 20-25 വയസ്സുള്ളതാകുന്ന യുവതി യുവാക്കളില്ലയോ, അവർ മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് കള്ളും കഞ്ചാവുമായി നിലകൊള്ളുന്നതായ ഒരു കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അവരെ പറഞ്ഞ് നേരെയാക്കാൻ മാതാപിതാക്കളില്ലാത്ത, അവരെ പറഞ്ഞ് ശരിയാക്കാൻ ഇസ്ലാമികമാകുന്ന പ്രബോധകരില്ലാത്തതായ ഒരു ഘട്ടം കടന്നു വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഫഖാലൂ. ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അവകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ നബിയേ? സ്ത്രീകളെ പിഴച്ചു പോകുന്ന കാലഘട്ടം ഉണ്ടാകുമോ നബിയേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹത്തുക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ചോദ്യം പ്രസക്തമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുള്ള കാലഘട്ടം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുള്ള കാലഘട്ടം, ആ ചോദ്യം പ്രസക്തമാണ്. ഒരു കറാഹത്ത് പോലും ചിന്തിക്കാത്തതാകുന്ന, ഒരു മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് പോകാതെ, ശരീരത്തിന്റെ നഗ്നതകളെ പരപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറപിടിച്ച്, ശരീരത്തിന്റെ നഗ്നതകളെ പരിപൂർണമായി മറച്ചു പിടിച്ച്, സ്വന്തം ഭർത്താവല്ലാത്ത മറ്റൊരാളുടെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ പ്രദർശിപ്പിക്കാതെ പരിപൂർണമായി മറച്ചു പിടിച്ച് നടന്നതാകുന്ന മുസ്ലിം സമുദായത്തിലേതാകുന്ന മുൻഗാമികളാകുന്ന സഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കാലഘട്ടത്തിൽ ആ ചോദ്യം പ്രസക്തമാണ്. പടച്ചറബ്ബേ, ഞങ്ങളുടെ ഭാര്യമാര് പിഴച്ചു പോകുമോ? ഞങ്ങളുടെ ഭാര്യമാര് പിഴച്ചു പോകുമോ? സ്ത്രീകളെ പിഴയ്ക്കുന്ന കാലഘട്ടം കടന്നു വരുമോ? പുരുഷന്മാര് കള്ളു കുടിക്കുന്ന കാലഘട്ടം ഇനി വരുമോ? ചെറിയ മക്കൾ മോശപ്പെട്ടതാകുന്ന രീതിയിൽ യുവാക്കൾ മാറുന്നതായ കാലഘട്ടം കടന്നു വരുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, വശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ മോശമായ കാലഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. യുവാക്കളെ പിഴച്ചു പോകുന്ന, സ്ത്രീകളെ പിഴച്ചു പോകുന്ന, ഒരു ജിഹാദും മതത്തിന്റെ നിയമങ്ങളും പറയാത്തതാകുന്ന ഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെടുമെന്ന് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ മോശമായ ഘട്ടം ഇനി കടന്നു വരാനുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നന്മയെ തിന്മയാകുന്ന കാണുന്ന ഘട്ടം കടന്നു വരുമത്രേ. നന്മയാകുന്ന സർവകാര്യങ്ങളെയും തിന്മയായി ചിത്രീകരിക്കുന്ന കാലഘട്ടം കടന്നു വരും സഹാബ. തിന്മകളെല്ലാം നന്മകളായി കടന്നു വരും സഹാബ. നന്മകൾ ഉപദേശിക്കുന്ന ആളുകളൊന്നും ഉണ്ടാവുകയില്ല. നന്മ ഉപദേശിക്കുന്നവരോട് ജനങ്ങൾക്ക് വെറുപ്പായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കള്ളു കുടിക്കരുത് എന്ന പ്രഭാഷണം നടത്തുന്ന പണ്ഡിതന്മാരോട്, കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന പിതാവിനോട്, കള്ളു കുടിച്ചാൽ നീ വീട്ടിൽ കയറരുത് മകനെ എന്ന് പറയുന്ന മാതാവിനോട് വെറുപ്പുള്ള മക്കളുള്ള കാലഘട്ടം കടന്നു വരാതെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ സഹാബത്ത് അക്ഷരാർത്ഥത്തിൽ നെട്ടുകയാണ്. 1400 വർഷമുള്ള സഹാബത്താണ് കള്ള് നിരോധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കള്ളിന്റെ വീപ്പകൾ മുഴുവനും മദീനയിലെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് തെരുവിലൂടെതാകുന്ന വലിയ പുഴയുണ്ടാക്കി കള്ളിന്റെ പുഴയാക്കി തീർത്തതാകുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം അലങ്കരിച്ചിരുന്നതാകുന്ന പ്രിയപ്പെട്ട സഹാബത്ത് ആശ്ചര്യത്തോടുകൂടി കേൾക്കുകയാണ്. കാരണം അവരുടെ നേതാവായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹു അങ്ങകയിലെ മദീനയിലെ ഏതോ ഒരു മണൽത്തരിയിൽ ഒരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞ്, ആ കള്ളിന്റെ വീപ്പ് മറിഞ്ഞ് ഏതോ ഒരു പുൽമേടയിലാണ് മറിഞ്ഞത്. എവിടെയാണ് സ്ഥലമെന്നറിയില്ല. ആ പുല്ലിൻ്റെതാകുന്ന ഭാഗത്ത് വന്ന് ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ സ്വല്പം പുല്ല് കഴിച്ചു അത്രേ. ഇതറിഞ്ഞതാകുന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പിന്നീട്
പിന്നീട് തന്റെ ജീവിതത്തിൽ ആടിന്റെ മാംസം കഴിച്ചിട്ടില്ല, അജമാംസം കഴിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, കള്ള് നിരോധിക്കപ്പെട്ട സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സ്വഹാബത്ത് മദീന മുഴുവനും കള്ളൊഴിച്ചു. അങ്ങനെ മദീനയിലേതാകുന്ന ഏതോ ഒരു പുൽമേടയിൽ കള്ള് മുറിഞ്ഞിട്ടുണ്ട്, കള്ളിൻ്റെതാകുന്ന വീപ്പ് മറന്നിട്ടുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ആ പുല്ല് വന്നുകൊണ്ട് ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ വന്ന്, ഏതാടാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല, ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ വന്നുകൊണ്ട് ആ പുല്ലുകൾ വന്ന് കഴിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ പിന്നീട് ഒരാടും കഴിക്കാതെ ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിച്ചതാകുന്ന സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. കാരണം ഞാൻ കഴിക്കുന്ന ആട് ആ പുൽമേടയിൽ മറഞ്ഞതാകുന്ന കള്ളിന്റെ അംശമെങ്ങാനും കഴിച്ചിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ച് സൂക്ഷ്മതയുടേതാകുന്ന വലിയ വാദാനങ്ങൾ ലോകത്തിന് മലർക്കെ സമ്മാനിപ്പിച്ച സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, ആ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, വല്ലദീ യാ റസൂലല്ലാഹ് അവകാഇനു ദാലിക യാ ഹബീബല്ലാഹ്. ഈ രീതിയിൽ ഒരു കാലഘട്ടം ഇനി കടന്നു വരുമോ? നന്മ കൽപ്പിക്കുന്നവരോട് വെറുപ്പുള്ള കാലഘട്ടം, നന്മയെ തിന്മയായി കാണുന്ന കാലഘട്ടം, തിന്മയെ നന്മയായി കാണുന്ന കാലഘട്ടം, അങ്ങനെ ഒരു ലോകം വരുമോ റസൂലേ? ആദരവായ പ്രവാചകൻ പറഞ്ഞു, സഹാബാ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലുത് കാണും സഹാബാ, അതിനേക്കാൾ വലുതിനെ കാണും സഹാബാ. അവസാന കാലഘട്ടത്തിലുള്ളതാകുന്ന സമൂഹം അതിനേക്കാൾ മോശപ്പെട്ട തെറ്റുകാരായി മാറുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി മദീന മിമ്പറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് റസൂലേ? നന്മയെ തിന്മയാകുന്ന കാണുന്ന കാലഘട്ടം കടന്നു വരുന്നു. കള്ള് കുടിക്കരുത് എന്ന് പറയുമ്പോൾ കള്ള് കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ കള്ളുകുടി ഹലാലാണെന്ന നിലയ്ക്ക് വ്യാപകമായി വിറ്റഴിക്കപ്പെടുകയും അത് കുടിക്കാൻ വേണ്ടി പരസ്യമായി ബീവറേജിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ക്യൂ നിന്നുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ പരസ്യമായി അടിക്കുകയും പൂസാകുകയും ചെയ്ത് സ്വന്തം മാതാവിനെ വരെ കടന്നു പിടിച്ച് സ്വന്തം മക്കളെ വരെ വ്യഭിചരിച്ച് വീടിന്റെ കടത്തിണ്ണയിൽ കിടന്നുകൊണ്ട് കടന്നുറങ്ങാൻ തയ്യാറാവുന്നതായ കാലഘട്ടം കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അതിനേക്കാൾ വലുതുണ്ടാകുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സാബാ അതിനേക്കാൾ വലുതുണ്ടാകും സാബാ. എന്താണ് അതിനേക്കാൾ വലുത് ചോദിച്ചു സാബത്ത്. നബി തങ്ങൾ പ്രത്യുത്തരം നൽകുകയാണ്, നിങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കാതെ തിന്മ കൊണ്ട് കൽപ്പിക്കുന്നതാകുന്ന ആളുകൾ കടന്നു വരും സാബാ. കള്ളു കുടിക്കാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, വ്യഭിചരിക്കാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, സിനിമ കാണാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, അത് കാണാതിരുന്നാൽ നിങ്ങൾ അടിക്കുന്ന ഒരു യുഗത്തിലേക്ക് സമൂഹം എത്തിപ്പെടും സാബാ. കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ആളുകൾ കടന്നു വരും സാബാ. നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സദാചാരത്തിന്റെ ഹരികാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചോടിക്കുന്ന കാലഘട്ടം കടന്നു വരും സാബാ. ഇത് കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞ യുഗത്തിലേക്ക്, തലത്തിലേക്ക് ഇന്നത്തതാകുന്ന സമൂഹം എത്തിയില്ലയോ? സമകാലിക സന്ദർഭങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ. പരസ്യമായി കള്ളു കുടിക്കരുത് എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിൽ കൊഞ്ഞനം കുത്തുന്നവരല്ലയോ? അവരുടെ പ്രഭാഷണത്തിന്റെ ശകലങ്ങൾ എടുത്തിട്ട് അടർത്തി മാറ്റിയിട്ട് അതിന്റെ ഭാഗങ്ങൾ ക്ലിപ്പ് ചെയ്തിട്ട് അതിന് മുറിക്ലിപ്പുകളാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വരുമാനമുണ്ടാക്കുന്ന ആളുകൾ ഇന്ന് ഇറങ്ങിത്തിരിച്ചില്ലയോ? എവിടെയാണ് സമൂഹം എത്തിയിരിക്കുന്നത് സാബാ? എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിപ്പോകുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മക്കളെ സാലിഹാവുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമല്ല. മുൻഗാമികളാകുന്ന മഹത്തുക്കളാകുന്ന അംബിയാ മുർസലീങ്ങൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധ വെച്ചിരുന്നത് സാലിഹാവുക എന്നുള്ളത് തന്നെയാണ്. സാലിഹാവുക എന്നുള്ളത് തന്നെയാണ്. ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى
والدي وأن أعمل صالحا وأدخلني برحمتك في عبادك الصالحين. سيدنا സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഖുർആൻ പറഞ്ഞത്. എന്താ അദ്ദേഹം ദുആ വഅദ്ഖിൽനി ഫീ റഹ്മതിക ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ സച്ചരിതരാകുന്ന സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതാണ് ദുആ, വേറൊന്നുമല്ല. എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം ദ്വാരക്കുന്നുണ്ടോ? നമ്മൾ മക്കള് സാലിഹാകാൻ വേണ്ടി ഇന്നു വരെ ദ്വാരുന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് പറയണം. അങ്ങനെ ദ്വാരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈയുയർത്തിക്കുക. ആത്മാർത്ഥമായി ദ്വാരുന്നവരെ കൈ ഉയർത്താവുള്ളൂ. ഇൽമിന്റെ മജ്‌ലിസ് വെച്ചാണ്, പിന്നെ ആ കൈ ഉയർത്താൻ പറ്റാതാവും. അല്ലാഹു ആക്കട്ടെ. ആരാ ഉള്ളത്? ഒന്ന് കൈയുയർത്തി ഒന്നുകൂടി. ഇപ്പൊ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. മതി. അൽഹംദുലില്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ എല്ലാം അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. മാതാവും പിതാവും ദ്വാരക്കണം. പലരും ഇത് ദ്വാരുന്നിട്ടില്ല. ഗർഭിണിയായിരിക്കെ മകനെ സ്വാലിഹാക്കണം എന്ന് ദ്വാരുന്നവർ ഉണ്ടോ? മക്കളെ ഗർഭിണിയായിരിക്കെ, ഗർഭം ധരിച്ചിരിക്കാണ് ഭാര്യ, ഭർത്താവ് ദ്വാരക്ക എന്ത്? അല്ലാഹു എൻ്റെ കുട്ടിയെ സ്വാലിഹാക്കി തരണം. ആ സമയത്ത് ദ്വാരുന്നവർ ഉണ്ടോ? ഒന്നുകൂടി എണ്ണം കുറഞ്ഞു. മതി. എന്താ കാര്യം? നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. നമ്മൾക്കിത് ആയിക്കഴിഞ്ഞ് ഇവൻ വെടക്കായി കഴിയുമ്പോഴാണ് വാപ്പ അടുത്ത് വന്നിട്ട്, വാപ്പ ഒരു ബഫ് തരുമോ എന്ന് ചോദിക്കുമ്പോഴാണ് വടച്ചവൻ ഈ സൈസായോ ഒന്ന്. അപ്പോഴാണ് നമ്മൾ ദ്വാരക്കുന്നത്, വടച്ചവനെ ഇവ നന്നാക്കി തരണേ അല്ലാഹുവേ. അതുവരെ നമ്മൾ ചോദിക്കലില്ല. വാപ്പ അടുത്ത് വന്നിട്ട്, വാപ്പ ഒരിക്കൽ ബഫ് വരുമോ എന്ന് ചോദിക്കും. തീപ്പട്ടി ഉണ്ടോ എന്ന് വാപ്പാടി ചോദിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൻ്റെ ഹാലി കൊലത്തിലായത്. നമ്മൾ അതുവരെ ദ്വാരുന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ തുടങ്ങേണ്ടത് ഇവിടുന്നായിരുന്നു. നേരത്തെ തുടങ്ങണം. സ്ത്രീകൾക്കുണ്ട് ബാധ്യത. ഗർഭം ധരിച്ചിരിക്കുന്ന സഹോദരിമാർ എത്ര ആളുകൾ ആ ഗർഭധാരണ വേളയിൽ 9 മാസം 10 ദിവസം നിനക്ക് ശുദ്ധിയുടെ ഘട്ടമായിരുന്നു. എത്ര ഖത്മുകൾ നീ തീർത്തിട്ടുണ്ട്? ഖുർആൻ ഖത്മ ഓതിയിട്ടുണ്ടോ? ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും മാസമുറയുണ്ടാകുമ്പോ നീ പറയും എനിക്കിപ്പോ നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞ് പുതച്ചുമൂടി കിടക്കുന്ന സഹോദരിമാര് 9 മാസം 10 ദിവസവും നമസ്കാരങ്ങൾ ചിട്ടവെക്കാൻ നിനക്ക് അവസരമുണ്ടായിട്ട് എത്ര നമസ്കാരത്തെ നീ പാഴാക്കി കളഞ്ഞു? എത്ര സലാത്തുകൾ നിനക്ക് ചെല്ലാമായിരുന്നു, എത്ര ഖുർആൻ ഓതാമായിരുന്നു, എത്ര ദിക്റുകൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ധന്യമാക്കാമായിരുന്നു. പക്ഷെ നീ ശ്രദ്ധിച്ചില്ല. അത് മനസ്സിലാക്കണം. ഒരു ഖത്മ പോലും ഓതിയിട്ടുണ്ടാവില്ല. ഒരു ഖത്മ പോലും. ഒരു ഖത്മ എന്തായാലും തീർക്കാം. തീർത്തവരുണ്ട്, അവർക്കതിന്റെ ഗുണവും കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കാത്തവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. തീർക്കാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ ഓതുന്നതായ വീട്ടിൽ ബറക്കത്താണ്, ബറക്കത്താ. ഖുർആൻ ഓതാത്തതാകുന്ന വീട്ടിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവുകയില്ല, ഐശ്വര്യമുണ്ടാവുകയില്ല. പൊളിഞ്ഞ വീട് പോലെയാണ് ഖുർആൻ ഒരു വീട്ടിൽ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ. ഹബീബ് റസൂലുള്ളാഹി കൽ ബൈത്തുൽ ഖരീബി. ഇനിയിപ്പോൾ ആയത്തോ ദിവസം അതിലേക്ക് കൊണ്ടുപോകുന്നില്ല, സമയമില്ല. പൊളിഞ്ഞ വീട് പോലെയാണ്. എത്ര പേര് ഓതുന്നുണ്ട്? നമ്മൾ പണ്ട് എണ്ണുമായിരുന്നു യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്. ഇതൊക്കെ ഇന്ന് എത്ര പേര് പാരായണം ചെയ്യുന്നുണ്ട്? ചിന്തിക്കണം. ഇന്ന് കുറഞ്ഞുപോയത്, ഇന്ന് കുറഞ്ഞുപോയി. സൂറത്ത് യാസീൻ ദിനേന ഓതുന്നതാകുന്ന മക്കളില്ല, കുടുംബങ്ങളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, പിതാവില്ല, മാതാവില്ല. കുറഞ്ഞുപോയി. ഉണ്ടാവാം, കുറഞ്ഞു പോയിട്ടുണ്ട്. അഥവാ ഓതുവാണെങ്കിൽ ഒരു യാസീൻ കൊണ്ട് ഒതുക്കി. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യ നിർമാർജനം ഉണ്ടാവൂല എന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു. എത്ര വീടുകൾ ഓതുന്നുണ്ട്? എത്ര വീടുകൾ ഓതുന്നുണ്ട്? സൂറത്തുൽ മുൽക്ക് ഖബർ ജീവിതം സന്തോഷത്തിലാകുമെന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചു. എത്ര വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്? എത്ര വീടുകൾ ഓതുന്നുണ്ട്?
സൂറത്തു ദുഹാൻ ഏതെങ്കിലും വീട്ടിൽ പാരായണം ചെയ്താൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ 70,000 മലക്കുകൾ പ്രഭാതത്തിൽ പാരായണം ചെയ്യുന്നവന് പ്രദോഷം വരെ പാപമോചനം തേടിക്കൊണ്ട് 70,000 മലക്കുകൾ നിലകൊള്ളുമെന്ന് പഠിപ്പിച്ച സൂറത്തു ദുഹാൻ പാരായണം ചെയ്യുന്ന പോരുവഴിയിൽ എത്ര കുടുംബങ്ങളുണ്ട്? മഗ്രിബിന്റെ സമയത്ത് സൂറത്തു ദുഹാൻ ഇശാഇന്റെ ഇടയിൽ ഓതിയാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി ഓതിയവന് വേണ്ടി ഓതിയവൾക്ക് വേണ്ടി 70,000 മലക്കുകൾ പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് നിലകൊള്ളുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തു ദുഹാൻ എത്ര പേര് ഓതുന്നുണ്ട്? നമുക്ക് ശ്രേഷ്ഠതകൾ അറിയാത്ത കുഴപ്പമൊന്നുമല്ല, നമ്മൾ ഓതാൻ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്കിതിൻ്റെ ശ്രേഷ്ഠത അറിയാത്തത് കൊണ്ടല്ല, യാസീനൊന്നും അറിയാത്തത് കൊണ്ടൊന്നുമല്ല. നമ്മളത് മരിച്ചു കഴിഞ്ഞാൽ ഓതാൻ വേണ്ടി മാത്രമാക്കി വെച്ചിരിക്കുകയാണ്, ഡെയിലി പാരായണം ചെയ്യുന്നില്ല. വലിയ വിഷയമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിയ്യത്ത് ചെയ്ത് ഓതണം സഹോദരങ്ങളെ, നിയ്യത്ത് ചെയ്ത് ഓതണം സഹോദരിമാരെ. ഖുർആൻ നമ്മൾ പാരായണം ചെയ്യും. റമദാനിൽ മാത്രം എടുക്കേണ്ട ഒന്നല്ല ഖുർആൻ. അത് നമ്മൾ ഒഴിവാക്കിയതോ ഈ ഉമ്മത്തിന്റെ അധപ്പതനമാണ്. അന്നു മുതൽ തുടങ്ങി ശത്രുക്കൾ നമ്മുടേതാകുന്ന ഭാഗത്തേക്ക് തിരിയാൻ നമ്മൾ ഖുർആൻ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. ഒരു ജുസു വെച്ച് ഡെയിലി നിങ്ങൾ പാരായണം ചെയ്ത് നോക്കാൻ ഒരാളും നിങ്ങളുടെ മുന്നിൽ വരില്ല. ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആൻ ഓതാൻ അറിയില്ല എല്ലാവർക്കും, അല്ലേ? അറിയില്ലെങ്കിൽ പഠിക്കണം. നമ്മൾ ഇമാമിങ്ങളുടേതാകുന്ന ബന്ധം അത് പുതുക്കണം. അവിടെയാണ് ഷാജാൻ ഉസ്താദിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുറുകെ പിടിക്കേണ്ടത്. മഹല്ലത്തിലെ ഇമാമിനെ നമ്മൾ മുറുകെ പിടിക്കണം. 100 ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് ഈ മഹല്ല് കേന്ദ്രമായി നിലകൊള്ളുന്നു. അതിൽ പാരായണം അറിയാത്തതാകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഉസ്താദിനെ ബന്ധപ്പെട്ട് ഖുർആൻ ഓത്ത് പഠിക്കണം. നിർബന്ധമാണ്. അതിന് പ്രായമൊന്നും പരിധിയൊന്നുമില്ല. എത്ര പ്രായമായാലും പഠിപ്പിക്കാം, അതിനൊന്നും വിഷയമൊന്നുമില്ല. അതിന് നിർബന്ധമായിട്ട് അതിന് നിങ്ങൾ മെനക്കെടണം, സമയം ചെലവഴിക്കണം. ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് അതിന് സമയം ചെലവഴിച്ചുകൂടെ? നമ്മുടെ മക്കളെ അതിന് ബന്ധപ്പെടുത്തിക്കൂടെ? മക്കൾക്ക് ആത്മീയപരമാകുന്ന ശിക്ഷണങ്ങൾ നമ്മൾ നൽകണം. വാപ്പ ഉമ്മ ഇതൊക്കെ ഒരു വലിയ ബാധ്യതയാണ്, ചെറിയ കാര്യമല്ല. മക്കളെ ജനിച്ചു, ആ മക്കള് പ്രിയപ്പെട്ടതാകുന്ന മകൻ വളർന്നു വലുതാകുന്നു, അവനെ അടിക്കടി കൊണ്ടുവരണം, കൃത്യമായി കൊണ്ടുവരണം. സാലിഹായി തീരാൻ എത്രയോ കടമകളും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജനിക്കുന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന കുട്ടിയുടെ കാതിലേക്ക് ആദ്യമായി കേൾപ്പിക്കേണ്ടതും ഏതാണ്? അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്നുള്ള വാക്കാണ് ആദ്യമായി കൊടുക്കണം കാതിൽ. ബാങ്കിൽ വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. ഇതൊക്കെ നിസ്സാര കാര്യമല്ല, അത് വൈകാൻ പാടില്ല. ശുദ്ധിയുള്ള ഏതൊരു ഉമ്മാക്കും അത് നൽകാം. അതിനാളെ നോക്കി നിൽക്കണ്ട. പള്ളി നാള് വരട്ടെ എന്ന് പറഞ്ഞ് 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വൈകിയാൽ മറ്റു പല ശബ്ദങ്ങളും അപശബ്ദങ്ങളും കേട്ടിട്ട് കുട്ടി സാലിഹാകാതാവും. അതിനാണ് ജനിച്ച കുട്ടിയുടെ കാതിലേക്ക് ആദ്യമായി കേൾപ്പിക്കേണ്ടതാണ് വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കണത്. പിശാചോടും. അതപ്പോൾ മാത്രമല്ല, പിന്നീട് എപ്പോഴും. ചില കുട്ടികൾ വലുതായി, കുറച്ചുകൂടി കഴിഞ്ഞ് 1 വയസ്സായി 2 വയസ്സായി, കുട്ടികൾ ഭയങ്കര കരച്ചിലാണ്, കുരുത്തക്കേടുള്ള കുട്ടിയാണ്, ഉസ്താദ് അവൻ ഭയങ്കര പ്രശ്നമാണ്, വീട്ടിലുള്ളവരെ ഉറക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ആ കുട്ടിയെ ഇങ്ങോട്ട് എടുക്കിൻ, അവനെ ചേർത്ത് നിർത്തിൻ, വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ ഇഖാമത്തും കൊടുക്കിൻ. അതായത് ജനിച്ചപ്പോൾ മാത്രമല്ല, പിന്നെ ബാങ്ക് കൊടുക്കരുത്, പാടില്ല, അവൻ കുട്ടി കേടായി പോകുന്ന ആരെങ്കിലും പറഞ്ഞു. നമ്മളപ്പോൾ മാത്രം കൊടുത്തു നിർത്തി. അതിന് വാപ്പാക്കും ഉമ്മാക്കും ആദ്യം എന്തറിയണം? ബാങ്ക് ഇഖാമത്തും അറിയണം. നാളെ മുതൽ അതിന് പ്രത്യേകം ട്യൂഷൻ കൊടുക്കേണ്ടി വരും. ഇഖാമത്ത് സ്ത്രീകളെല്ലാം പഠിച്ചിരിക്കണം, കാരണം അവർക്ക് ബാങ്കില്ല, എന്തേ ഉള്ളൂ, അങ്ങനെ ഒരു മസലയുണ്ട്. ഇഖാമത്ത് കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. ഓരോ നിസ്കാരം. അവർക്ക് ബാങ്കില്ല, ഇഖാമത്താണുള്ളത്. സ്ത്രീകൾക്ക് പഠിക്കണം, അവർ സ്ത്രീകൾ പഠിക്കേണ്ടതാണ്. മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ വീടുകളിലെ അന്തരീക്ഷം മാറാനുണ്ട്, ഖുർആനികമാകുന്ന അന്തരീക്ഷമാകാനുണ്ട്. വയറ്റിൽ കിടക്കുന്ന കുട്ടി ഖുർആൻ കേട്ടുകൊണ്ടാണ് വളരുന്നത് എങ്കിൽ അവനിൽ ആത്മീയത ഉണ്ടാകും, കുട്ടി സാലിഹാകും, ഉറപ്പല്ലേ? 1 ഖത്മ് 2 ഖത്മ് ദിക്ർ സ്വലാത്ത് ഇങ്ങനെ കേടാൻ പൊക്കിൽ കുടി ബന്ധമാണ്. ഉമ്മയും കുട്ടിയുമായിട്ട് ആ കുട്ടിയിലേക്ക് ഇങ്ങനെ ബന്ധപ്പെടാൻ ഖുർആനിന്റെ മാസ്മരികമാകുന്ന ഖിറാഅത്ത് ഇങ്ങനെ കേൾക്കാൻ. മാഷാ അല്ലാഹ്, കുട്ടി സാലിഹാകാൻ ഇതിനേക്കാൾ വലുത് വേറെ വല്ലതും വേണോ? എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല?
വാപ്പയും ഉമ്മയും എന്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല? മക്കൾക്ക് വേണ്ടി ദുആ ഇരുന്നാൽ ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന വേറെ ആരുടെയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്? വാപ്പായും ഉമ്മയും ദുആ ചെയ്താൽ ഉറപ്പാണ് അള്ളാഹു ദുആ രക്കും, അള്ളാഹു ദുആ സ്വീകരിക്കും. തൻ്റെ ഉമ്മത്തിനു വേണ്ടി പ്രവാചകന്മാരുടെ പ്രാർത്ഥന പോലെ അള്ളാഹു കണക്കാക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഒരു പിതാവ്, ഒരു മാതാവ് കുട്ടിക്ക് വേണ്ടി ദുആ ഇരുന്നാൽ ഒരു പ്രവാചകൻ തൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ രക്കുന്നത് പോലെ അള്ളാഹു സ്വീകരിക്കും, ഉറപ്പാണത്. നമ്മൾ ചെയ്തു നോക്കണം. നമ്മൾ ഞാനൊരു സാധാ കൂലിപ്പണിക്കാരനാണ്, ഞാൻ ദുആ ഇരുന്ന പടച്ചവൻ സ്വീകരിക്കുമോ? നമ്മളെക്കാൾ ദുആ രക്കേണ്ടത് പള്ളിയിൽ. അങ്ങനെയല്ല, നിങ്ങൾ തന്നെ ദുആ രക്കണം, ദുആ സ്വീകരിക്കും, അള്ളാഹു കബൂലാക്കും, അള്ളാഹു സ്വീകരിക്കും, ഉറപ്പാണ്. അങ്ങനെ ദുആ ചെയ്ത് സ്വീകരിച്ചതല്ലേ എല്ലാവരും. ഈ മുൻഗാമികളാകുന്ന ആളുകളൊക്കെ അവരുടെ മക്കളെ സാലിഹീങ്ങളാക്കിയത് അങ്ങനെ തന്നെയല്ലേ? ബാങ്ക് ഇഖാമത്തും കൊടുത്തതിനു ശേഷം കുട്ടിയുടെ കാതിലേക്ക് ഒരു ആയത്ത് കൂടി ഓതണം. وإني أعيذها بك وذريتها من الشيطان الرجيم وإني أعيذها بك وذريتها من الشيطان الرجيم. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചിട്ട് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ എന്ന മറിയം ബീവിയുടെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ദുആ ചെയ്യുകയാ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ഞാൻ ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ തേടുകയാണ് അല്ലാഹ്. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുട്ടി ജനിച്ചാൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാ, ആ കുട്ടിയുടെ കാതിലേക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി കാതിലേക്ക് ഓതണേ, ഈ ആയത്ത് കൂടി കേൾപ്പിക്കണേ. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഈ കുട്ടിയുടേതാകുന്ന ഓരോ ചുവടുവെപ്പും ഇവൻ വളർന്നു വലുതാകുമ്പോഴും ഇവൻ എത്ര വയസ്സിലേക്ക് എത്തിയിരുന്നാലും പിശാചിൻ്റെതാകുന്ന കരവലയത്തിൽ ഉൾപ്പെടുന്നതിനെ തൊട്ട് അല്ലാഹുവേ ഞാനിതാ കാവൽ തേടുന്നു അല്ലാ. ഇവനെ മാത്രമല്ല ഇവന്റെ സന്താന പരമ്പരകളെയും കാവൽ തേടുകയാണ് അല്ലാ. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ആ പരമ്പര മുഴുവനും പിശാചിൽ നിന്ന് മുക്തമല്ലയോ? മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഒരു നിലക്കും പിശാച് ഒരു നിലക്കും അവരെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, പിശാചിന്റെ കരവലയത്തിൽ പെട്ടിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ പ്രിയപ്പെട്ട മകനല്ലയോ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഒരു മോശമായ ചിന്തയില്ലാത്ത വ്യക്തിയായിരുന്നു സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. എന്താ കാര്യം? ഈസാ നബിയുടെ ഉമ്മ ജനിച്ചപ്പോൾ, അഥവാ ഉമ്മാക്ക് വേണ്ടി ദുആ ഇരുന്ന ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അതുകൊണ്ട് ആ ആയത്ത് നമുക്ക് ഓതൽ സുന്നത്തായി. മാഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളുടെ കാതിൽ ഓതി കൊടുക്കണം. ആരോതുന്നു? ഓതി. അല്ലാഹു നമ്മളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ചെയ്താൽ അതിന്റെ ഗുണമുണ്ടാവും. നിസ്സാരമായി കാണാൻ പാടില്ല. ഭാര്യ ഭർത്ത ബന്ധം നടത്തുമ്പോൾ ബിസ്മി ചൊല്ലണം. ഇതൊക്കെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്, പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനമാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ നടത്തുമ്പോൾ പിശാചാണ് അവിടെ ബന്ധപ്പെടുക എന്ന് വരെ ഹബീബ് റസൂലുള്ളാഹി. ഹദീസാണ്, മുഅ്മിനീങ്ങളോടുമാണ് ഇത് പറയുന്നത്. ഇത് കേൾക്കുമ്പോ നിരീശ്വരവാദികളും യുക്തിവാദികൾക്കും ഒന്നും ഇളകണ്ട. എന്താ പറയുന്നത്? ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ അവിടെ പിശാച് വരുമെന്ന്. ഇതൊക്കെ ആരോടെ ഇത് പറയുന്നത്? ഇത് കരുനാഗപ്പള്ളിയിലുള്ളതാകുന്ന പോരുവഴിയിലുള്ള പാറയിൽ ജംഗ്ഷനിലെ 5 വഖ്ത് നമസ്കാരങ്ങൾ ചിട്ടവെക്കുന്ന, നോമ്പുകൾ നോക്കുന്ന, ദുനിയാവിൽ നിന്ന് ആഖിറത്തിന് വേണ്ടി പ്രയത്നം നടത്തുന്നതാകുന്ന മുസ്ലിം സഹോദര സഹോദരിമാരോടാണ് ഈ അഭിസംബോധന. അവരോടാണ് ഇത് പറയുന്നത്.
അത്തരത്തിലുള്ളതാകുന്ന ലൈവ് കേൾക്കുന്ന പ്രിയപ്പെട്ട റൂഹെ ബയാൻ കുടുംബാദികളോട്, ദീനനുസരിച്ച് ജീവിക്കുന്നവരോട്, അല്ലാത്ത നിരീശ്വരവാദികളോട് വല്ല വർത്താനമുണ്ട്? ഒരു വർത്താനം. യുക്തിവാദികളോടെല്ലാം പറയുന്നുണ്ട്, അവരോട് പറയുന്ന വാദമൊക്കെ വേറെ. ഇതാരോടെ പറയുന്ന? മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, മുത്തഖീങ്ങളോട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കളെ സാലിഹാക്കണം, അവനോട് എനിക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്നവരോടാണ് ഈ പറയുന്നത്. ബിസ്മി ചൊല്ലണം, അഊദും ബിസ്മിയും വേണം ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ്. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പലരും വിട്ടുപോയിട്ടില്ലേ, ശ്രദ്ധിക്കാതെ പോകുന്നില്ലേ, നിസ്സാരമായി തള്ളിക്കളയുന്നവരില്ലേ ഇന്നും? നിസ്സാരമായി തള്ളിക്കളയും, അതൊന്നും വലിയ കാര്യമല്ല എന്ന് കരുതി തള്ളിക്കളയുന്നവർക്ക് അതിൻ്റെതാകുന്ന ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുമ്പോഴാണ് പിന്നീട് തിരിച്ചറിയുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തീർന്നില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മക്കളെ ചേർത്തിരുത്തിക്കൊണ്ട് വിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. ആദ്യമായി കുട്ടിക്ക് വകതിരിവെത്തിയാൽ ആദ്യമായി അവന് പഠിപ്പിക്കേണ്ടത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. ഫത്ഹുൽ മുഈനിൽ ഷാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്, കാണാം. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടയാളപ്പെടുത്തുന്നു, അവ്വലു വാജിബിൻ അലൽ ആബാഇ, പാപ്പമാർക്ക് ആദ്യമായി നിർബന്ധമാകുന്നത് കുട്ടികൾ വകതിരിവെത്തിയാൽ. വകതിരിവെത്തിയാന്ന് പറഞ്ഞാൽ ആ ഫോണിങ് എടുത്തോണ്ട് ഇതിങ്ങെടുത്തോണ്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ല. അല്ലെങ്കിൽ ഒരു കടയിൽ വിട്ടിട്ട് ഒരു സാധനം വാങ്ങി കൃത്യമായി പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചു കൊണ്ടുവരിക. അത്യാവശ്യം പറഞ്ഞാൽ തിരിയുന്നതൊക്കെ ഒരു പ്രായത്ത്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവരെ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ്. നമുക്കൊരു നബിയുണ്ട്, മുഹമ്മദ് നബി എന്നായിരുന്നു അവരുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലാണ് ജനിച്ചത്, മദീനയിലാണ് വഫാത്തായത്. കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് ഇതാണ്. മദീനയിൽ തന്നെയാണ് അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പഠിപ്പിക്കണം, അതിനുശേഷമാണ് അള്ളാഹുവിനെ. കാരണം ആദ്യം നമ്മുടെ കൺമുന്നിൽ ജീവിച്ചു പോയതാകുന്ന മഹത്തായ പ്രവാചകരെ ആദ്യം പഠിപ്പിക്കണം, അതിനുശേഷം ആ പ്രവാചകനിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തും. മാമികൾ പറഞ്ഞ കേട്ടോ, എൻ്റെ വാക്കല്ല, ആര് പറഞ്ഞതാണ്? ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ഷാഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മദ്രസയിൽ പോകുന്ന ആദ്യം തന്നെ കുട്ടികൾക്ക് അത് പഠിപ്പിക്കുമല്ലോ. ഈ പാട്ടാണ് ആദ്യം പഠിപ്പിക്കുക. നമ്മുടെ നബിയുടെ പേരെന്ത്? മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു. നബിയുടെ ഉപ്പ അബ്ദുല്ല, ആമിന ബീവി പൊന്നുമ്മ. നബിയുടെ ജനനം മക്കത്ത്, അവരുടെ വഫാത്ത് മദീനത്ത്. മദ്രസയിലെ ആദ്യത്തെ പഠിക്കുക. കാരണം കുട്ടികൾ ഈ പാട്ടിലൂടെ അങ്ങ് പഠിക്കുകയാണത്, ആദ്യമായിട്ടത് പഠിക്കും. അങ്ങനെ തന്നെ വേണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളതും. ആദ്യമായിട്ട് കുട്ടികളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കേണ്ടത് ഹുബ്ബ നബിയിക്കും ശഫീഉനാ റസൂലുള്ളാഹി. റബീഉൽ അവ്വൽ വരെയാണ്. ശരിക്കും മനസ്സിലാക്കണേ, മക്കള് സാലിഹായി തീരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കർമ്മമാണ് ഈ പറയുന്നത്. നിസ്സാരമായി തള്ളരുത്. നമ്മുടെ നബിയോടുള്ള മഹബ്ബത്താണ് ആദ്യം മക്കളുടെ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് മക്കളെ പിഴച്ചു പോകുന്നത്? സിനിമാ നടന്മാരുടെയും സീരിയൽ നടിമാരുടെയും പിറകെ മുസ്ലിം സമുദായത്തിലേതാകുന്ന സഹോദര സഹോദരിമാർ ഇറങ്ങുന്നതിന്റെ കാരണം എന്താണ്? അവൻ ജനിച്ച അന്ന് മുതൽ മടിത്തട്ടിൽ കിടക്കുമ്പോൾ തന്നെ, അവൻ തൊട്ടിലിൽ കിടക്കുമ്പോഴും ഉമ്മയുടെ മടിയിൽ കിടക്കുമ്പോഴും ഉമ്മയും ഉപ്പയും എപ്പോഴും സദാസമയം കണ്ടു രസിക്കുന്നത് ഈ സിനിമാ നടന്റെയും ഈ സിനിമാ നടിയുടെയും തൊലിവെളുപ്പും അവരുടെ അഭിനയ മികവുമാണ്. അത് തന്നെ ഇവരുടെ ചർച്ച. ഇവൻ ജനിച്ചത് മുതലുള്ള തിയേറ്ററിൽ മുഴുവനും പോയി എല്ലാ സിനിമകളും കണ്ടു തീർക്കുന്നത് ഈ പിതാവിനോടും ഈ മാതാവിനോടൊപ്പം ചേർന്നുകൊണ്ട് കാണുകയാണ്. ഇവന്റെ മനസ്സിലേക്ക് അധിനിവേശം കടന്നു വന്നത്, ഇട്ടുകൊടുത്തത്, ഇഷ്ടവും അനുരാഗവും ഇട്ടുകൊടുത്തത് ഈ വാപ്പയും ഉമ്മയും ആരുടെ ചിത്രമാണ്? സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ചിത്രമാണ്. ഇവരെ പോലെ ആകണമെന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ വന്നു. മക്കള് പിഴച്ചു പോയി. നേരെ മറിച്ച് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളതാകുന്ന ഇഷ്കും അനുരാഗവും മക്കളുടെ ഹൃദയത്തിൽ കൊടുത്താൽ അൽഹംദുലില്ലാഹ് മക്കളെ പിഴക്കൂല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലിമൂ ഔലാദക്കും സലാസത ഖിസാൽ.
കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബ നബിയിക്കും, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ പ്രവാചകരോടുള്ള മഹബ്ബത്താ, ആദരവായ പ്രവാചകരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ, ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ, നമ്മുടെ നബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കണേ, ആ പ്രവാചകന്റെ കാരുണ്യത്തെ പറ്റി വിശദീകരിച്ചു കൊടുക്കണേ, ആ പ്രവാചകരുടെ ചരിതങ്ങൾ മക്കൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണേ. പിതാവേ, പ്രിയപ്പെട്ട മാതാവേ, പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മക്കൾക്ക് അതേ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും മക്കൾ പഠിപ്പിച്ചു പോകൂല. ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് മക്കളുടെ ഹൃദയത്തിൽ ഇട്ടു കൊടുക്കണം. നമ്മുടെ നബിയുടെ പേര് പറയുമ്പോൾ പോലും സലാത്ത് ചെല്ലാൻ നമ്മുടെ നാവ് തന്നെ പൊന്തുന്നില്ല. അതിനർത്ഥം എന്താ? നമുക്ക് തന്നെ മഹബ്ബത്ത് കുറവാണ്. പിന്നെ മക്കളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മക്കൾക്ക് എത്രത്തോളം സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ മുത്തുനബിയുടെ ഒരു ചരിത്രം, ഇത്ര ചരിത്രം, ഒരു 3 ചരിത്രം അല്ലെങ്കിൽ ഒരു 5 ചരിത്രം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ചരിത്രം മകന് പറഞ്ഞു കൊടുത്തു എന്നൊരു വാപ്പാക്ക് പറയാൻ പറ്റുമോ? ഒരു ഉമ്മാക്ക് പറയാൻ പറ്റുമോ? ഇത്രയും കാലമായി മക്കള് വലുതുമായി, വാപ്പാടെ അത്രയും പൊക്കമായിട്ടുണ്ട്. വേണ്ടി വന്ന വാപ്പായിട്ട് പഞ്ചകുസ്തി നടത്തിയാൽ അവൻ ജയിക്കും. ആ കോലത്തിൽ നല്ല ആരോഗ്യമുണ്ട്. വാപ്പയുടെ ഇരട്ടി പൊറോട്ട കഴിക്കും, കുഴിമന്തി, കിഴിപൊറോട്ട, എന്ത് ഐറ്റം വേണമെങ്കിലും അടിക്കും. ഫുഡൊക്കെ കഴിച്ചു, എല്ലാം പക്കാണ്. പക്ഷേ ഒരു ചരിത്രം പറയാൻ പറയുമോ മകൻ? കാരണം എന്താ? വാപ്പ ഇന്നുവരെ പഠിപ്പിച്ചിട്ടില്ല, ഉമ്മായും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എവിടുന്നാ പഠിക്കാൻ അടുത്തൊരു കോഴ്സ് ഉള്ളത്? ഉമ്മ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെയാ ഉള്ളത്? പിന്നെ ഉള്ളത് മദ്രസയിലേക്ക് വിടാൻ. എവിടെയാണ് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? എവിടെയാണ്? ഉമ്മയാണ് ആദ്യം കൊടുക്കേണ്ടത്. ഉമ്മാടെ മടിത്തട്ടിൽ നിന്ന് കിട്ടുന്നതാകുന്ന ചരിത്രങ്ങളുമാണ് ഇന്നത്തേതാകുന്ന നവതലമുറയിതാകുന്ന ചെറുപ്പക്കാർ നന്നാവാൻ ഉപകരിക്കുന്നത്. ഉമ്മാക്ക് ഇഷ്ടംപോലെ സമയം കിട്ടിയിട്ടുണ്ട് മക്കളെ ഉപദേശിക്കാൻ. ആ സമയത്ത് ഉപദേശിച്ചില്ല, ആ സമയത്ത് വേണ്ടുന്നതാകുന്ന മഹബ്ബത്ത് മക്കളുടെ ഹൃദയത്തിൽ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നെ മക്കൾ സാലിഹാവൂല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് നിങ്ങൾ സഹവസിക്കേണ്ടത് 3 രീതിയിലാണ്. കുട്ടികൾ ജനിച്ച് 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം നിങ്ങൾ കളിച്ചും രസിച്ചും നിലകൊള്ളണം. 7 വയസ്സ് വരെ കുട്ടികളോട് യാതൊരുവിധ ശിക്ഷാമുറകളും ഉണ്ടാകാൻ പാടില്ല. കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും കളിതമാശകൾ പറഞ്ഞു നിലകൊള്ളണം. അവർക്ക് അനുയോജ്യമായ തമാശകൾ, അല്ല ഇങ്ങടെ വലിയ പഴയ വളിച്ച തമാശയും പറഞ്ഞിട്ട് അവരെ ചിരിപ്പിക്കാൻ നോക്കണ്ട. അവർക്ക് അനുയോജ്യമായ രീതിയിൽ കുട്ടികളോടൊപ്പം ഇറങ്ങിച്ചെല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെയല്ലേ? സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് നബിയുടെ തോളിൽ കയറി ആര് നിൽക്കും? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അങ്ങനെ സുജൂദിൽ ദീർഘനേരം കിടക്കും. കുട്ടികൾ കുതിര കളിക്കാൻ നബി തങ്ങളെ കഴുത്തിൽ കയറിയിട്ട് അങ്ങനെ ആന കളിക്കാൻ റുക്കോയ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തോളെ കയറി ഇങ്ങനെ തൂങ്ങും. വീട്ടിൽ നിസ്കാരിക്കുന്നതാകുന്ന വാപ്പായും ഉമ്മായി, ചെറിയ മക്കളുള്ള വാപ്പാക്കും ഉമ്മാക്കും അറിയാം ഈ രീതി ചെയ്യുന്നത് ഇല്ലേ? അങ്ങനെ മക്കൾ ചെയ്തിട്ടുള്ളവര് വാപ്പാവരുണ്ടെന്ന് കൈ ഉയർത്തിക്ക് എത്ര പേരുണ്ട്? മതി. ബാക്കിയുള്ളവർ നിസ്കരിക്കൽ കുറവാണ്. ഞങ്ങൾ വീട്ടിൽ നിസ്കരിക്കുന്ന ദിവസം പള്ളിയിൽ പോകും, അതുകൊണ്ടാണ് ഞങ്ങളറിയാത്തത്. ആണോ? അങ്ങനെയാണോ? വീട്ടിൽ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമല്ലോ സാധാരണ. സുന്നത്ത് നിസ്കാരമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മക്കളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവർ പഠിപ്പിക്കൊന്നും വേണ്ടത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ വന്നിട്ട് തോളത്തോട്ടം കൊണ്ട് കയറിയിട്ടൊരു തൂങ്ങലും ആടലും ഒക്കെ ഉണ്ട് അവരുടെ. നമ്മളപ്പോൾ എന്താ ചെയ്യുക? കൈ പിടിച്ച് ഒരറ്റ കയറ് ഹയവാനെന്ന് പറഞ്ഞു എല്ലാത്തിനും നിസ്കരിക്കാൻ ഒരു വിധത്തിൽ കഴിക്കുന്നത്, അതിനിടയിലോട്ട് കയറി വന്നേക്കാം. അങ്ങനെയാണ് ചെയ്യുക? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുകയാണ് സുജൂദിൽ, ദീർഘനേരം കിടക്കാൻ. ഒരു ചെവിയിലൊക്കെ പിടിച്ചിങ്ങനെ കറക്കി തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ ആ കുട്ടികളുടെ കളി കഴിയട്ടെ, അവർ കളിച്ചിട്ട് മാറട്ടെ, അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കിടക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വലിയ കാരുണ്യത്തിന്റെ ദൂതരാണ് ഹബീബ് റസൂലുള്ളാഹി. എന്താ കാര്യം? കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവരുമായി സംവദിക്കുമ്പോഴും അവരുമായി നിലകൊള്ളുമ്പോഴും അവരിലേക്ക് ഇറങ്ങാൻ, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യാസം വരുത്തുക. നമുക്ക് പ്രായമുണ്ട്, നമുക്കൊരു ഏജ് ഉണ്ട്, നമ്മൾ വലിയ ആളാണ്. പക്ഷെ അതല്ല, കുട്ടികളുമായി നിലകൊള്ളുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലും. വീട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ മക്കൾ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും. ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് ഓടി വന്നണയും. നമ്മൾ അവരെ വാരി എടുക്കണം, ഒരു ചുംബനം കൊടുക്കണം. അല്ലാതെ ആ സമയത്ത് ഇപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിച്ച് കുട്ടികളെ ഓടിച്ച് പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് നീ പിടിക്കാൻ നോക്കുമ്പോൾ പിള്ളേർ
പിള്ളേർക്ക് വേണ്ട, ശരിയല്ലേ? കാരണം അവരെ ആദ്യം വന്ന സമയത്തായിരുന്നു വേണ്ടത്. അവരത് കഴിഞ്ഞപ്പോൾ വേറെ തിരക്കായി. നമ്മൾ വലിയ കുളിച്ച് റെഡിയായി വലിയ സ്റ്റൈലിൽ വന്നിരിക്കുക. പിന്നെ കുട്ടികളുടേതാകുന്ന സൈക്കോളജി ആണ്. അവരെ ആ സമയത്ത് എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ചുംബനമൊക്കെ കൊടുത്ത് എന്തെങ്കിലും ഒരു കുട്ടികളുള്ള വീട്ടിലേക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ടായി ആണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോയേക്കാം. അവർക്കൊരു സന്തോഷമാണ്. എല്ലാ ദിവസവും വലിയ മീറ്ററോളുമായിട്ട് പോകണമെന്നല്ല, എന്തെങ്കിലും ഒരു സാധനം, ഒരു 50 പൈസയുടെ അല്ലെങ്കിൽ 1 രൂപയുടെ ഒരു മിഠായി ആണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. കുട്ടികൾക്കൊരു സന്തോഷം, അവരത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടികളുമായി ഇടപഴകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ശൈലിയാണ്. ആ രീതിയിലേക്ക് നമ്മൾ അവരിലേക്ക് ഇറങ്ങണം. അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്ക്. നമ്മുടെ കൂടെ ഒരു 10 മിനിറ്റ് കുട്ടികൾ നിലകൊള്ളുന്നില്ല എങ്കിൽ അതിനർത്ഥം വാപ്പയോട് അവന് ഇഷ്ടമല്ല, ഉറപ്പാണ്. ഭക്ഷണം കഴിക്കാൻ വാപ്പാടൊപ്പം തീന്മേശയിൽ മക്കൾ വന്നിരിക്കുന്നില്ല, ചെറുപ്പക്കാർ വന്നിരിക്കുന്നില്ല എങ്കിൽ അവൻ നിന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വിളിക്കുമ്പോൾ പറയാം, മോനെ വന്നിരിക്കും. ബഹുമാനം കൊണ്ടല്ല, മറിച്ചെന്താ ഓൾഡ്. അവൻ്റെ ചിന്ത അതാണ്. അങ്ങനെ വന്നു തുടങ്ങിയപ്പോയി. അതേ സമയത്ത് വാപ്പ വിളിക്കുമ്പോൾ വലിയ ബഹുമാനത്തോട് വന്നിരുന്ന് അതുപോടുകൂടി കഴിക്കാൻ തുനിയുന്നുണ്ടോ? ഇന്നും അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന മക്കളുണ്ടോ? ഓ സാലിഹാണ്, ഉറപ്പാണ്. അത് നന്നാവും. അത് നന്നായിട്ടുണ്ടെന്നുള്ള തെളിവാത്. ഇന്ന് മാതാപിതാക്കളോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് ആഹാരം കഴിക്കാൻ മക്കൾ തയ്യാറാകുന്നില്ലല്ലോ. ഇന്ന് വാപ്പയും ഉമ്മയും തന്നെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കാനും തയ്യാറാകുന്നില്ല. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. നമുക്ക് സെപ്പറേറ്റ് ഇരുന്നാൽ മതി, ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, ഭാര്യയും വേണ്ട. കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഭാര്യയും വേണമായിരുന്നു. അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് വലിയ സംഭവമായിരുന്നു. അപ്പൊ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പാത്രം കഴിയാൻ എന്ന് പറഞ്ഞാൽ അവളെ ഓടിക്കുക. എപ്പോഴത്തെ ബന്ധങ്ങൾ അകൽച്ചയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. രാത്രിയിലെ ഭക്ഷണം ഒരുമിച്ചിരുന്നു കൊണ്ടെങ്കിലും കഴിക്കാൻ ശ്രമിക്കണം. പകല് നിങ്ങൾ തിരക്കായി പോയി. രാത്രിയിലെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക. കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ ഒരുമിച്ച് കഴിക്കണം. ഭാര്യയോട് പറയാം, ബാ ഒരുമിച്ച് എല്ലാം ഇങ്ങോട്ടോ, കറിയൊക്കെ ഇവിടെ എടുത്ത് വെക്ക്. എന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കുക മക്കളുമൊക്കെ ആയിട്ട്. എന്നിട്ട് ഇങ്ങനെ മക്കളെങ്ങനെ കണ്ണോടിക്കുക. അപ്പോഴേ അറിയാം അവൻ്റെയൊക്കെ കോലവും രൂപവും, അവൻ്റെ കണ്ണും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ഏകദേശം രൂപം കിട്ടും. അപ്പോൾ പിന്നെ കണ്ണൊന്നും നോക്കി മനസ്സിലാക്കാൻ പറ്റൂല. അഞ്ചാവ് അടിച്ചാലും കണ്ണ് ചോക്കായിരിക്കാൻ പറ്റുന്ന മരുന്ന് ഇപ്പോൾ ഉണ്ട്. അതൊക്കെ കണ്ണിൽ എത്തിച്ചിട്ട് നല്ല റാഹത്തായിട്ട് തെളിഞ്ഞ കണ്ണുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം സുഖല്ലേ റാഹത്ത. അപ്പം നോക്കണം അകലെ ഇവൻ എത്ര ദൂരെ പോയിരിക്കുന്നതെന്ന്. 2 മീറ്റർ അപ്പുറത്തെ സൈഡിലാണ് വാപ്പ ഇരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് മാറിയിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കാം താനെന്തോ അടിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇപ്പം അതും പറ്റൂല. കാരണം മക്കളെ ശ്രദ്ധിക്കത്തുമില്ല. സ്വന്തം മക്കളെ നന്നാക്കാൻ വേണ്ടി മെനക്കെടുന്ന മാതാപിതാക്കൾ അങ്ങനെ ദുനിയണ്ട. അതാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഖുർആൻ പറഞ്ഞത് മനസ്സിലാക്ക്. ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും, നിങ്ങളുടെ ചില ഭാര്യമാരും ചില ഭർത്താക്കന്മാരും ചില മക്കളും അദുവല്ലക്കും, നിങ്ങളുടെ ശത്രുക്കളാണ് കേട്ടോ. ഖുർആൻ പറഞ്ഞത് എല്ലാവരും ഒന്നല്ല പറഞ്ഞത്, ചിലരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എല്ലാ മക്കളും സാലിഹാവാം, ചിലപ്പോൾ ഒരുത്തം മതി നിങ്ങളുടെ കുടുംബത്തെ പറയിക്കാൻ. നിങ്ങളുടെ വാപ്പ വല്യാപ്പ മുഖേന കൊണ്ടുവന്ന ഒരു തറവാടിത്തൊരു മഹത്വം ഉണ്ട്, അതില്ലാതാക്കാൻ ഒറ്റൊരുത്തം മതി. അവനൊരു സെക്കൻഡിലുണ്ടായ തോന്നലിലൂടെയാണ് അവൻ ആ സിഗരറ്റ് വലിക്കാൻ തോന്നിയത്. ഒരു കൂട്ടുകാർ വൈകിട്ട് ട്യൂഷൻ വിട്ടതാണ്. ആ ട്യൂഷനിലുള്ളത് 1-2 കൂട്ടുകാർ ഫ്രണ്ട്സുകൾ നിർബന്ധിച്ചപ്പോൾ ഒരു വഫ് എടുത്താണ്. പിറ്റേ ദിവസം അത് 2ആയി. പിറ്റേ ദിവസം അവൻ തന്നെ ഒരു സിഗരറ്റ് വാങ്ങാനുള്ള കാശ് കൊടുത്തു. ആദ്യം കൂട്ടുകാർ തന്നെ വാങ്ങിച്ചു കൊടുക്കുകയാണല്ലോ. നീ വലിച്ചു നോക്കടാ, അല്ല റാഹത്താന്ന് പറഞ്ഞു എന്നെ പഠിപ്പിക്കുകയാണ്. ചായ വാങ്ങിച്ചു കൊടുത്തില്ലേലും സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന കൂട്ടുകാരുണ്ടാവും. അത് പണ്ടുപോലെ അങ്ങനെയാണ്. കള്ളും അങ്ങനെ തന്നെയാണ്. ഒരു ക്വാർട്ടർ പൈസ ഫുഡ് വാങ്ങിച്ചെടുക്കാനില്ല, ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലേലും ക്വാർട്ടർ വാങ്ങിച്ച് കടം വാങ്ങിച്ചാണെങ്കിലും വാങ്ങിച്ചു തരാം. ഇങ്ങനത്തെ ആളുകൾ ലോകം എവിടെ എത്തിപ്പോയി ചിന്തിക്കണം. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്സാര കാര്യമാണോ കള്ളും ലഹരിയൊക്കെ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖംറ ബിന്നഹാർ വല്ല മുശ്രികാ വമൻ ശരിബൽ ഖംറ ബില്ലൈൽ ബാത മുശ്രികാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പകലിൽ മദ്യപിക്കുന്നതായ സഹോദരാ സഹോദരി, നീ പഠിച്ചു വെക്കുന്ന പാഠമാ. നീ മുശ്രിക്കാവുകയാണ്, നീ അവിശ്വാസത്തിലേക്ക് പോകുന്നവളാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി
വമൻ ശരിബൽ ഖമറ ബില്ലൈൽ ബാത മുശ്രികാ. രാത്രിയിൽ ആരും അറിയാതെ രഹസ്യമായി കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, നീ മുശ്രിക്കാവുകയാണ്, അവിശ്വാസത്തിലേക്ക് പോവുകയാണ്, നിന്നിലുള്ള ഹിദായത്ത് നഷ്ടം സംഭവിക്കുകയാണ്. തൗബ ചെയ്തില്ല എങ്കിൽ വലിയ വിപത്താണ്, വിപത്താണ്. കള്ളുകുടി നിസ്സാരമായി കാണരുതേ, വലിയ പാതകമാണ്, വലിയതായ പാതകമാ. ഏറ്റവും വലിയ തെറ്റുകുറ്റമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് കള്ളുകുടിയാണ്. കാരണം കള്ളുകുടിക്കുന്നതിലൂടെ സ്വന്തം മാതാവിനെ മാതാവാണെന്നുള്ള തിരിച്ചറിവ് അവനില്ലാതെ പോകുകയാ, പിതാവിനെ പിതാവാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോവുകയാണ്. സ്വന്തം മക്കളെ പോലും, സ്വന്തം ജന്മം കൊടുത്തതാകുന്ന പിതാവായിട്ട് പോലും സ്വന്തം മക്കളെ തിരിച്ചറിയാതെ വിചരിച്ചു പോകുന്നില്ലയോ? കള്ളിന്റെ പേരിലാണ്, കള്ളിന്റെ പേരിലാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, മനുഷ്യരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ഇട്ടിരിക്കുന്നതായ നീളക്കുപ്പായം, ഇട്ടിരിക്കുന്ന ഖമീസ് ഊരി, തലവഴി ഊരി കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹകദാ ഹകദാ, ഈ രീതിയിൽ മുഅ്മിനായ മനുഷ്യന്റേതാകുന്ന ഈമാൻ ഉരപ്പെട്ടു പോകുമേ. ഞാൻ ഈ വസ്ത്രം തലവഴി ഊരിയതുപോലെ അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമേ സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരാ, കള്ളില്ലാതെ ജീവിതം എനിക്ക് മുന്നോട്ട് പറ്റൂല എന്ന് കരുതുന്നതാകുന്ന ക്യാമ്പസിലുള്ള സഹോദരി, ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ കൂട്ടുകാരുമായി അടിച്ചു പൊളിക്കാൻ നിലകൊള്ളുന്നതായ സഹോദരങ്ങളില്ലയോ? ഒരുപാട് കുപ്പികൾ വാങ്ങിച്ചു വെച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ കുടിച്ചു തീർത്തതാകുന്ന രക്ഷിതാക്കളില്ലയോ? തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ, ഇല്ലെങ്കിൽ വിപത്താണ്, വലിയ പാതകമാണ്, പാതകമാണ്. യൻസിഉ മിൻഹുൽ ഈമാൻ, ഈമാൻ ഊരപ്പെട്ടു പോകുന്നവരാണ് അവരെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ കള്ളു കുടിക്കുന്നവരുമായി ഒരു ബന്ധവും പുലർത്തരുതേ, പുലർത്തരുതേ. വലാ തജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു ഫീഹിൽ ഖംറു. കള്ളു കൊടുക്കുന്നതായ കള്ള് ഷാപ്പിലേക്ക് അവിടെ നല്ല ചൂടുള്ളതാകുന്ന മീൻകറി, എരിവും പുളിയുമുള്ളതാകുന്ന മീൻകറി ലഭിക്കുമെന്ന് കരുതി അവിടെ പോയിരുന്നു കൊണ്ടത് കഴിക്കാനും അത് വാങ്ങാനും നീ തുനിയരുതേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യൂട്യൂബിലൂടെ വീഡിയോ നീ കണ്ടേക്കാം. കള്ള് ഷാപ്പിലെ നല്ല കറി, നല്ല മുളകിട്ടതാകുന്ന മീൻകറിയുണ്ട്, നല്ല കപ്പയുണ്ട്. എന്നാൽ ആ കള്ള് ഷാപ്പിൽ പോയി എനിക്കൽപ്പം കപ്പയും മീൻകറിയും വാങ്ങണമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? വലാ തശറ വലാ തദ്രിസ് അലാ മാഇദത്തിൻ യുശ്റബു ഫീഹിൽ ഖംറു. കള്ളു കൊടുക്കുന്ന സ്ഥലമാണ് എങ്കിൽ അവിടേക്ക് പോകരുതേ, ഇരിക്കരുതേ. അത്തരത്തിലുള്ള ഹോട്ടലുകളിൽ പോയി താമസിക്കരുതേ, ഭക്ഷണം കഴിക്കരുതേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബാർ ഹോട്ടലുകൾ നല്ല ഹോട്ടലാണ്, നല്ല സൗകര്യമാണ് അവിടെ. നല്ല കറിയാണ്, സൂപ്പർ കറി. ഇപ്പൊ യൂട്യൂബിലൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട്, എന്ത് നല്ല കള്ളും, സൂപ്പർ നാടൻ കള്ളും. എന്നിട്ട് അവിടെ പോകുന്നില്ലേ, ഇഷ്ടം പോലെ ആളുകൾ പോകുന്നുണ്ട്. എത്ര ആളുകൾ, മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ, സഹോദരിമാരുൾപ്പെടെ എത്ര ആളുകൾ അവിടെ പോയിരുന്നു കൊണ്ട് പരസ്യമായി നാടൻ കള്ളും കുടിച്ച് കപ്പയും തിന്ന് നല്ലതാകുന്ന മീനും വഴുത്തിയടിക്കുന്നവരില്ലേ? കള്ള് കൊടുക്കുന്നതാകുന്ന ഒരു സുപ്രയിൽ ഇരിക്കരുത് ഹബീബ് റസൂലുള്ളാഹി. അവിടെ പോയി ആ സാധനം നല്ല ഭക്ഷണം, നല്ല റാഹത്താവസ്ഥ, ഇളത്ത പോത്താണ്, കഴിച്ചു നോക്കണം. നല്ല കുരുമുളക് ഇട്ട് വറ്റിച്ച നല്ല കരിമീൻ കൊണ്ട് വിശുദ്ധമായ ഖുർആനിക അധ്യാപനം വന്നപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന പിൽക്കാലത്ത് വന്ന പ്രമുഖരാകുന്ന സ്വഹാബത്തെ കിറാം
ഇസ്ലാം മതത്തിലേക്ക് ദീനിന്റേതാകുന്ന ആദർശ വിശുദ്ധി പരിപൂർണമായി നിലകൊള്ളണമെന്ന് മനസ്സിലാക്കി കള്ളിൻ്റെതാകുന്ന വീപ്പകൾ മുഴുവനും മറിച്ചിടുകയാണ്. മദീന മുഴുവനും കള്ളിന്റെ പുഴകളായി. സുബ്ഹാനല്ലാഹ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് നിരോധിക്കാനായില്ലേ, നിങ്ങൾ നിർത്താനായില്ലേ ഈ പണി എന്ന് ചോദിച്ചു. ഖുർആനിന്റെ ശാസന വന്നപ്പോൾ കള്ളിന്റെ വീപ്പകൾ ഒഴിച്ചു വിടുകയാണ്. മനസ്സിലാക്കണം, അവരുടെയൊക്കെ ഈമാനിക പവർ എത്രയാണ്, ചെറിയ കാര്യമാണ്. അത് കള്ള് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ക്യൂ നിൽക്കുക. അതവും ഗുരുത്വവും കണ്ടാൽ അവൻ അവാർഡ് കൊടുക്കാൻ തോന്നും. ജീവിതത്തിൽ ഇതുപോലെ ബീവറേജിന്റെ മുന്നിലൊക്കെ നിൽക്കും, ഭയങ്കര വിനയത്തോടുകൂടിയുള്ളത്. ഇപ്പം മണിക്കൂറുകൾ എത്ര നേരം വേണമെങ്കിൽ നിൽക്കും, ഒരു വിഷയമില്ല. ആ മനുഷ്യൻ പള്ളിയിൽ വന്നിട്ട് ഒരു 2 മിനിറ്റ് നിൽക്കോ നിസ്കരിക്കാൻ? 2 മിനിറ്റ് നിൽക്കോ? തറാവീഹിന് 20 റക്അത്ത് അലം നശ്റഹ് മുതൽ താഴോട്ട്, അല്ലെങ്കിൽ അലം കൈഫ് മുതൽ താഴോട്ട് പോകുന്ന മുസ്ലിയാരെ അന്വേഷിച്ച് ദുനിയാവ് മുഴുവൻ നടക്കുകയാണ്. നിൽക്കാൻ മേല, മുട്ടിന് തേയ്മാനം. എന്നിട്ട് പുള്ളി എവിടെ അവസാനം നോക്കി നിൽക്കുന്നത്? ബിവറേജിന്റെ മുന്നിൽ. ഭയങ്കര അതബോടുകൂടി. മണിക്കൂർ 3 ഒരു കുഴപ്പമില്ല, കാലിന് വേദനയില്ല. കാരണം വേദന സംഹാരി ഗുളിക വാങ്ങാൻ നിൽക്കുകയാണ്. അടിച്ച് ഫിറ്റ എവിടെയെങ്കിലും പോയി കിടക്കാം. ചിന്തിക്കണം ഈ ഉമ്മത്ത് എവിടെ എത്തിപ്പോയെന്ന്. ഇതൊക്കെ പറയുമ്പോഴല്ലേ വിഷയമുള്ളൂ, ചെയ്യുന്നതിന് വിഷയമില്ലല്ലോ അല്ലേ? എല്ലാരും അങ്ങനെയല്ലേ? അലന്തര കൈഫ് മുതൽ താഴോട്ട് പോകുന്ന സ്ഥലത്തല്ലേ ആള് കൂടുതൽ. എന്താ കാര്യം? നിൽക്കാൻ മേല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇമ്രാനും സൂറത്തുൻ നിസാഉം ഒക്കെ ഓതി നിസ്കാരം നിർവഹിച്ചത് പരിശുദ്ധമായ ഹദീസുകളിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട്. 4 റക്അത്ത് കൊണ്ട് 4 സൂറത്ത്, വലിയ വലിയ സൂക്തങ്ങൾ. എത്ര ജുസ് ആയിരിക്കും ഓതിയിട്ടുണ്ടാവും? അത്രയൊന്നും വേണ്ട, ഒരു ജുസ് എങ്കിലും തീർത്തിട്ട് ഒരു തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാകലുണ്ടോ? അങ്ങനെയാണെങ്കിൽ 30 ജുസ് തീർക്കാം, അതിന് പോലും നമുക്ക് പറ്റൂല. എന്നാൽ ഈ സൂറത്തുൽ ഫീൽ ഓതുന്ന പള്ളിയും ഈ വിശുദ്ധമാക്കപ്പെട്ടതായ ഖത്മുകൾ പൂർത്തീകരിച്ച് ഓതുന്ന പള്ളിയും തമ്മിൽ അന്തരം നോക്കുകയാണെങ്കിൽ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ സമയ വ്യത്യാസം. അതിൽ കൂടുതലുണ്ട്. പോയാൽ അരമണിക്കൂർ 3/4 മണിക്കൂർ, അതിനപ്പുറത്തേക്ക് സമയമില്ല. 10 മണിയാകുമ്പോൾ ഇവിടെ തീർന്നാൽ 10:30 ആകുമ്പോൾ മറ്റിടത്ത് തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അരമണിക്കൂർ നിൽക്കാനാണ് നിനക്ക് പറ്റാത്തത്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഓന്ന തയ്ക്കാവ് അന്വേഷിച്ച് ബുള്ളറ്റ് ഇങ്ങനെ കറങ്ങുക. ഇവിടുന്ന് ഒരു പോക്ക് പോയാൽ ഇങ്ങനെ കരുനാഗപ്പള്ളി മുഴുവൻ കറങ്ങി നടക്കുക. വേഗം തീരുന്ന പള്ളി എവിടെയുള്ളത് അവിടെ പോയേ കൂടുള്ളൂ. അലന്തറ മുതൽ ഓതിയാൽ പോരാ, അത് തന്നെ നല്ല സ്പീഡിൽ ഓതുന്ന മുസ്ലിയാരുണ്ടെങ്കിൽ അവിടെ ഓടുക. അങ്ങനെ ലോകം എത്തിപ്പോയി. നമ്മൾ എത്രയോ മടിയന്മാരാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ കേൾക്കാൻ തയ്യാറാകുന്നില്ല, ആ ഖുർആൻ കേട്ടുകൊണ്ട് നമസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. നീ ഓതുന്നില്ലെന്ന് മാത്രമല്ല, ഓത്ത് കേട്ടിട്ടൊരു 10 മിനിറ്റ് റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കാൻ പോലും നമുക്ക് മടിയാണ്. എന്നാൽ ബീവറേജിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് നിലകൊള്ളാൻ നിനക്ക് പ്രശ്നമല്ല. മറ്റെന്തെങ്കിലും കേന്ദ്രങ്ങളിൽ കിറ്റ് കിട്ടുന്ന സ്ഥലത്തിൽ ഓണത്തിന്റെ കിറ്റ് വിതരണം നടക്കുക, റേഷൻ കടയിൽ മണിക്കൂറുകളാം ക്യൂ നിന്നാലും നിനക്ക് വിഷയമല്ല. ദീനിന്റെ ഒരു വിഷയം വരുമ്പോ നീ പിറകോട്ട് പോയി. എവിടെയാണ് നിന്റെ ഈമാൻ നഷ്ടം സംഭവിച്ചത്? നീ ചിന്തിക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നവരെ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു പാനീയം കുടിപ്പിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹദാ ലിമൻ യശ്റബുൽ ഖംറ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ, ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ, മാതാപിതാക്കളുടെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തരായി കിടക്കുന്നവരില്ലയോ, ഇന്ന ലില്ലാഹി അഹദാ,
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കരാറുണ്ട്. ലിമൻ യശറബുൽ ഖംറ അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർക്ക് നാളെ ആഖിറത്തിലെത്തുമ്പോ തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് അവന് നൽകുമേ. അവന് നൽകുന്ന കുപ്പിയുടെ പേരാണ് തീനത്തുൽ ഖബാൽ. വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്. ആദരവായ പ്രവാചകൻ ഇത് പറയുമ്പോ സഹാബത്ത് വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാ, എന്താണ് നബിയേ തീനത്തുൽ ഖബാൽ, ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? ദുനിയാവിൽ ലഹരി നുണയുന്ന ചെറുപ്പക്കാർക്ക്, ലഹരി നുണയുന്നതായ ആളുകൾക്ക് മാരകമാകുന്ന MDMA ഉൾപ്പെടെ കച്ചവടം ചെയ്തത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് നുകർന്നുകൊണ്ട് ജീവിക്കുകയും അതിലൂടെ ദുനിയാവ് ആസ്വദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ അവരേത് രീതിയിലാണ് ആഖിറത്തിൽ എത്തിപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുകയാണ്. തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് അവർക്ക് കുടിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പാനീയമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്. തീനത്തുൽ ഖബാലി എന്താണ് റസൂലേ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, അറഖു അഹ്ലിന്നാർ ഔ സാറതു അഹ്ലിന്നാർ. കത്തിജ്വലിക്കുന്നതാകുന്ന നരകകുണ്ടാരത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആളുകൾ അവരുടേതാകുന്ന മുൻദ്വാരത്തിലൂടെയും അവരുടെ പിൻദ്വാരത്തിലൂടെയും പുറത്തു വരുന്നതായ മാലിന്യങ്ങളില്ലയോ, അവരുടെ കക്ഷത്തിലൂടെയും അവരുടെ ശരീരത്തിലൂടെയും നിർഗളിക്കുന്നതായ വിയർപ്പിൻ്റെതാകുന്ന ഗന്ധികളില്ലയോ, ആ വിയർപ്പിന്റെ കണികകൾ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അതെല്ലാം കൂടി ജ്യൂസടിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഈ ദുനിയാവിൽ വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നതായ ആളുകളുടെ ഗുഹ്യഭാഗത്തിലൂടെ നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് മോശമാകുന്ന ചീഞ്ചലം ഒഴുകുകയാണ്. ആർക്ക് കണ്ടാലും വെറുപ്പാണ്. വയുസ്ഖൗന മിൻ സദീദിൻ വജീഫാ. മോശപ്പെട്ടതാകുന്ന രീതിയിലൂടെ അവരുടെ ഗുഹ്യത്തിലൂടെ ഒലിച്ചു വരുന്നതായ ചീഞ്ചലമില്ലയോ, അതാണ് നാളെ ജ്യൂസ് അടിച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന ആളുകൾക്ക് ദുനിയാവിൽ ലഹരി കൊണ്ട് അടിമപ്പെട്ട ജീവിതം നയിച്ചവർക്ക് ആഖിറത്തിൽ കുടിപ്പിക്കപ്പെടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നവരെ നിന്റെ വാ തുറപ്പിച്ചിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു തരിക സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകളാണെന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്. قال عرق أهل النار أو صارت أهل النار. കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ വിയർത്തുലസിക്കുന്നതാകുന്ന ആളുകളുടെ വിയർപ്പിന്റെ കണികാലം അവരുടെ ശരീരത്തിൽ നിന്ന് പുറകോട്ട് നിർഗളിക്കുന്നതായ മുൻദ്വാരത്തിലൂടെയും പിൻദ്വാരത്തിലൂടെയും കടന്നു വരുന്നതായ ചീഞ്ചലം ജ്യൂസ് അടിച്ചിട്ട് ഇവരുടെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനാണ് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതാണ് നാളെ നരകാവകാശികളായ കള്ളുകുടിയന്മാരാകുന്ന വലിയ പാതകികൾക്ക് നൽകപ്പെടുന്നതായ പാനീയം. നിസാരമായി കാണരുത്. വലിയ വലിയ വിപത്താണ്. അതുകൊണ്ട് ലഹരി നുണയുന്നവരുണ്ട് എങ്കിൽ, കള്ളു കുടിക്കുന്നവരുണ്ട് എങ്കിൽ, ജീവിതത്തിൽ ഒരു വേള കള്ളു കുടിച്ചവരാണെങ്കിലും തൗബ ചെയ്യാൻ തയ്യാറാണ്. തെറ്റു വന്നു പോകാൻ സ്വാഭാവികമാണ്. കൂട്ടുകാർ മുഖേന അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രലോഭനം മുഖേന ആരെങ്കിലും എത്താൻ കൊണ്ടുപോയി നമ്മൾ ഒരു വേള അങ്ങനെ കുടിപ്പിച്ചു, അറിയാതെ കുടിച്ചുപോയി. തൗബ ചെയ്യാൻ തയ്യാറാകണം. പുറകോട്ട് മാറരുത്. എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ആളുകളില്ല എന്ന് പറഞ്ഞ് നമ്മൾ മക്കളെ ശ്രദ്ധിക്കാതെയും പോകരുത്. ശരിക്കും ശ്രദ്ധിക്കണം. ഫഹ്ദറൂഹും, മക്കളെ ശരിക്കും ശ്രദ്ധിക്കണേ. ഖുർആനാണ് പറഞ്ഞത്. ഖുർആൻ പറഞ്ഞതാ, ശരിക്കും ശ്രദ്ധിക്കണം. ആൺമക്കളെയും ശ്രദ്ധിക്കണം, പെൺമക്കളെയും ശ്രദ്ധിക്കണം. പെൺമക്കളെയും ശ്രദ്ധിക്കണം. പെൺമക്കൾ സ്കൂളിൽ പഠിക്കുന്ന മക്കൾ,
ഓണത്തിനും അതുപോലെ തന്നെ മറ്റുള്ളതാകുന്ന ഏതെങ്കിലും പെരുന്നാളുകളും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടുകാരികളുടെ ബർത്ത്ഡേ വരുമ്പോൾ ഇത്തരത്തിലുള്ള കുപ്പികൾ വാങ്ങി പൊട്ടിക്കുകയാണ് രഹസ്യമായി. ഹോസ്റ്റൽ സൗകര്യങ്ങളിലൊക്കെ നിലകൊള്ളുന്ന മക്കൾ അധികവും അത്തരത്തിൽ അകപ്പെട്ടു പോകാറുണ്ട്. ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും ഉണ്ടാവും കള്ളു കുടിക്കുന്നത്. അവർ നിർബന്ധിക്കാം, കൂട് ഇച്ചിരി കുടിച്ചു, സ്വല്പം കുടിക്കുന്നത്, ഇത് ആൽക്കഹോളൊന്നും ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അഡിക്റ്റാക്കുകയാണ് എത്രയോ മക്കൾ. ഇത് കഴിയുമ്പോൾ പല രീതിക്കുള്ള രതിക്രടയിലേക്ക് അകപ്പെട്ടു പോകാൻ, അശ്ലീല സിനിമകൾ കാണുക, അത് കണ്ടിട്ട് മോശമായ ചുറ്റുപാടുകളിലേക്ക് പോകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സംഭവങ്ങളും കഥകളും ആനുകാലിക വിഷയങ്ങളും ഒന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ദൈനംദിന ജീവിതത്തിൽ. അതുകൊണ്ട് മാറ്റത്തിന് അനിവാര്യമാകണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം, നിർബന്ധമായും മാറ്റം വരണം. رب قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഏത് സമയത്തും ഈമാൻ തെറ്റിപ്പോകാം. ദുആ ചെയ്യണം. നമ്മൾ മക്കൾക്ക് വേണ്ടി ദ്വാരന്നാൽ പോരാ, നമ്മളെയും അള്ളാഹു സാലിഹായി നിലനിർത്താൻ ദ്വാരക്കണം. അള്ളാഹു അതിനെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. സാലിഹീങ്ങളോടൊപ്പം അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുവേണ്ടി ദ്വാരക്കണം. നിങ്ങൾ നോക്ക്, യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. വഫാത്തിന്റെ സമയമെടുത്തു. അദ്ദേഹം ദുആ ചെയ്യുന്ന പ്രാർത്ഥന സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറയുന്നു. അദ്ദേഹം ദുആ ചെയ്ത് എന്തെന്നറിയോ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അള്ളാഹു നീ എനിക്ക് അധികാരത്തിൻ്റെ പരമോന്നത പദവി തന്ന് എന്നെ അനുഗ്രഹിച്ചു. ഈജിപ്തിൻ്റെതാകുന്ന മന്ത്രി പദത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു, പ്രധാനമന്ത്രിയാക്കി, ജനങ്ങൾക്കിടയിൽ വലിയതാകുന്ന സൗകര്യമുള്ള വ്യക്തിയാക്കി എന്നെ മാറ്റി. വലിയ അധികാരം എനിക്ക് നീ തന്നു. ഒരു കാലഘട്ടത്തിൽ 10 വയസ്സുള്ള എന്നെ എൻ്റെ 10 സഹോദരങ്ങൾ ഉപ്പയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടതാണ് എന്നെ. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം എന്നെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായി ആ 10 സഹോദരങ്ങളും എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് നിന്ന് എൻ്റെ മുന്നിൽ റേഷൻ വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് പടച്ചറമ്പ് നീ എന്നെ എത്തിച്ചു. പറഞ്ഞാൽ വലിയൊരു തൗഫീഖ് എനിക്ക് തന്നു, അധികാരം, വലിയ ഉന്നതമായ ഒരു അവസ്ഥയിലേക്ക് എന്നെ നീ എത്തിച്ചു. അല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, എനിക്ക് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. ഒരുപാട് അറിവുകൾ നീ നൽകി. നീയാണെങ്കിലോ ഫാത്തിറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ യാതൊരുവിധ പ്ലാനിങ്ങുമില്ലാതെ സൃഷ്ടിച്ചവനാണ് നീ. അന്ത വലിയ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എൻ്റെ സഹായി. ഇതൊക്കെ പറഞ്ഞിട്ട് റബ്ബിനോട് പറയാം, എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. എന്താണെന്നറിയോ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിച്ച് എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർത്ത് തരണം. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരാ ചോദിക്കുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാം. നമ്മുടെ അപ്പുറത്തെ യൂസുഫ് ആക്കാടെ അതല്ലേ പറഞ്ഞത്? യൂസുഫ് നബി അലൈഹിസ്സലാം. എന്തിനാ ഇത് പറഞ്ഞത്? പ്രവാചകനായിട്ട് പോലും അവസാനത്തെ ചോദ്യം അതാണ്. സാലിഹായി എനിക്ക് മരിക്കാനും മോമിനായി മരിക്കാനുള്ള അവസരം എനിക്ക് തരണം. നിസ്സാര കാര്യമല്ല. നമുക്കിടയിൽ ജീവിക്കുന്നതാകുന്ന ആളുകൾ അവസാനം കള്ളുകുടിച്ചവൻ മരണപ്പെട്ടു പോയി ആ രീതിയിൽ മരണപ്പെട്ടാൽ, തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ ശിക്ഷയാണ്. അഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാൽ ഇത്രയും കാലം ഒരാൾ അമുസ്ലിമായി ജീവിച്ചു, 90 വയസ്സ് വരെ. എന്നിട്ട് അയാൾ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് 91ാമത്തെ വയസ്സിനെ മരിക്കുന്നത് വെച്ചു, ഒറ്റ വർഷമേ പിന്നീട് മൂമിനായി ജീവിച്ചുള്ളൂ. അയാൾ എവിടെ എത്തും? സ്വർഗത്തിലെത്തും. 90 വയസ്സ് വരെ മൂമിനായിട്ട് ജീവിച്ചു, അവസാനമായപ്പോഴത്തേക്ക് മോശമായി പോയി, ആഖിബത്ത് മോശമായി, തീർന്നില്ലേ? അതായത് നമ്മൾ ഇതുവരെ ജീവിച്ചതുപോലെ അല്ല, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി നന്നാവാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി മോശമായി പോകാൻ പാടില്ല ഒട്ടും. ഇതുവരെ ഉള്ളതാകുന്ന ഈമാനികമായ ഖുവ്വത്ത് കൂടുതൽ മാറ്റുകൂടി നല്ല റാഹത്തായ മരണം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ദ്വാരക്കുന്നത്.
ഇസ്സത്തായ മരണം. നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ആഖിറത്തിലേക്ക് എനിക്ക് ഉന്നതി കിട്ടണം, ആ രീതിയിലുള്ളൊരു മരണം എനിക്ക് സാധ്യമാകണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. അത് ദുആ ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ. അതിനുവേണ്ടി തന്നെ നമ്മൾ നിലകൊള്ളണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് നീ നീങ്ങിപ്പോയാൽ വലിയ അപകടമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സൂചിക ആ നിലയിലേക്ക് നീങ്ങുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ അൻതും ഇദാ തുഗാനിസാഉകും വഫസഖ ശുബ്ബാനുകും വതറക്തും ജിഹാദകും ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, സ്വഹാബ, നിങ്ങളുടേതാകുന്ന യുവാക്കൾ പിഴച്ചു പോകുന്നതായ കാലഘട്ടം കടന്നു വന്നാൽ, നിങ്ങളുടേതാകുന്ന സ്ത്രീകൾ പിഴച്ചു പോകുന്ന കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടേതാകുന്ന യുവാക്കളില്ലയോ, 20ഉം 25ഉം വയസ്സുള്ളതാകുന്ന യുവാക്കളില്ലയോ, അവർ മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് കള്ളും കഞ്ചാവുമായി നിലകൊള്ളുന്നതായ ഒരു കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അവരെ പറഞ്ഞ് നേരെയാക്കാൻ മാതാപിതാക്കളില്ലാത്ത, അവരെ പറഞ്ഞ് ശരിയാക്കാൻ ഇസ്ലാമികമാകുന്ന പ്രബോധകരില്ലാത്തതായ ഒരു ഘട്ടം കടന്നു വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫഖാലൂ, ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അവകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ നബിയേ? സ്ത്രീകളെ പിഴച്ചു പോകുന്ന കാലഘട്ടം ഉണ്ടാകുമോ നബിയേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹത്തുക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ചോദ്യം പ്രസക്തമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുള്ള കാലഘട്ടം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുള്ള കാലഘട്ടം, ആ ചോദ്യം പ്രസക്തമാണ്. ഒരു കറാഹത്ത് പോലും ചിന്തിക്കാത്തതാകുന്ന, ഒരു മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് പോകാതെ, ശരീരത്തിന്റെ നഗ്നതകളെ പരപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറപിടിച്ച്, ശരീരത്തിന്റെ നഗ്നതകളെ പരിപൂർണമായി മറച്ചു പിടിച്ച്, സ്വന്തം ഭർത്താവല്ലാത്ത മറ്റൊരാളുടെ മുന്നിൽ ശരീരത്തിന്റെ നഗ്നതകൾ പ്രദർശിപ്പിക്കാതെ പരിപൂർണമായി മറച്ചു പിടിച്ച് നടന്നതാകുന്ന മുസ്ലിം സമുദായത്തിലേതാകുന്ന മുൻഗാമികളാകുന്ന സ്വഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കാലഘട്ടത്തിൽ ആ ചോദ്യം പ്രസക്തമാണ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാര് പിഴച്ചു പോകുമോ? ഞങ്ങളുടെ ഭാര്യമാര് പിഴച്ചു പോകുമോ? സ്ത്രീകളെ പിഴയ്ക്കുന്ന കാലഘട്ടം കടന്നു വരുമോ? പുരുഷന്മാര് കള്ളു കുടിക്കുന്ന കാലഘട്ടം ഇനി വരുമോ? ചെറിയ മക്കൾ മോശപ്പെട്ടതാകുന്ന രീതിയിൽ യുവാക്കൾ മാറുന്നതായ കാലഘട്ടം കടന്നു വരുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, വശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ മോശമായ കാലഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. യുവാക്കളെ പിഴച്ചു പോകുന്ന, സ്ത്രീകളെ പിഴച്ചു പോകുന്ന, ഒരു ജിഹാദും മതത്തിന്റെ നിയമങ്ങളും പറയാത്തതാകുന്ന ഘട്ടത്തിലേക്ക് ലോകം എത്തിപ്പെടുമെന്ന് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ മോശമായ ഘട്ടം ഇനി കടന്നു വരാനുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നന്മയെ തിന്മയാകുന്ന കാണുന്ന ഘട്ടം കടന്നു വരുമത്രേ. നന്മയാകുന്ന സർവകാര്യങ്ങളെയും തിന്മയായി ചിത്രീകരിക്കുന്ന കാലഘട്ടം കടന്നു വരും സഹാബ. തിന്മകളെല്ലാം നന്മകളായി കടന്നു വരും സഹാബ. നന്മകൾ ഉപദേശിക്കുന്ന ആളുകളൊന്നും ഉണ്ടാവുകയില്ല. നന്മ ഉപദേശിക്കുന്നവരോട് ജനങ്ങൾക്ക് വെറുപ്പായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കള്ളു കുടിക്കരുത് എന്ന പ്രഭാഷണം നടത്തുന്ന പണ്ഡിതന്മാരോട്, കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന പിതാവിനോട്, കള്ളു കുടിച്ചാൽ നീ വീട്ടിൽ കയറരുത് മകനെ എന്ന് പറയുന്ന മാതാവിനോട് വെറുപ്പുള്ള മക്കളുള്ള കാലഘട്ടം കടന്നു വരാതെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് ഹബീബ
ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ സഹാബത്ത് അക്ഷരാർത്ഥത്തിൽ നെട്ടുകയാണ്. 1400 വർഷമുള്ള സഹാബത്താണ് കള്ള് നിരോധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കള്ളിന്റെ വീപ്പകൾ മുഴുവനും മദീനയിലെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് തെരുവിലൂടെതാകുന്ന വലിയ പുഴയുണ്ടാക്കി കള്ളിന്റെ പുഴയാക്കി തീർത്തതാകുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം അലങ്കരിച്ചിരുന്നതാകുന്ന പ്രിയപ്പെട്ട സഹാബത്ത് ആശ്ചര്യത്തോടുകൂടി കേൾക്കുകയാണ്. കാരണം അവരുടെ നേതാവായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹു അങ്ങകയിലെ മദീനയിലെ ഏതോ ഒരു മണൽത്തരിയിൽ ഒരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞ് ആ കള്ളിന്റെ വീപ്പ് മറിഞ്ഞ് ഏതോ ഒരു പുൽമേടയിലാണ് മറിഞ്ഞത്. എവിടെയാണ് സ്ഥലമെന്നറിയില്ല. ആ പുല്ലിൻ്റെതാകുന്ന ഭാഗത്ത് വന്ന് ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ സ്വല്പം പുല്ല് കഴിച്ചുവത്രേ. ഇതറിഞ്ഞതാകുന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പിന്നീട് തന്റെ ജീവിതത്തിൽ ആടിന്റെ മാംസം കഴിച്ചിട്ടില്ല, അജമാംസം കഴിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കള്ള് നിരോധിക്കപ്പെട്ട സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹാബത്ത് മദീന മുഴുവനും കള്ളൊഴിച്ചു. അങ്ങനെ മദീനയിലേതാകുന്ന ഏതോ ഒരു പുൽമേടയിൽ കള്ള് മുറിഞ്ഞിട്ടുണ്ട്, കള്ളിൻ്റെതാകുന്ന വീപ്പ് മറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ആ പുല്ല് വന്നുകൊണ്ട് ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ വന്ന് ഏതാടാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ വന്നുകൊണ്ട് ആ പുല്ലുകൾ വന്ന് കഴിച്ചതിന്റെ പേരിൽ ജീവിതത്തിൽ പിന്നീട് ഒരാടും കഴിക്കാതെ ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിച്ചതാകുന്ന സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. കാരണം ഞാൻ കഴിക്കുന്ന ആട് ആ പുൽമേടയിൽ മറിഞ്ഞതാകുന്ന കള്ളിന്റെ അംശമെങ്ങാനും കഴിച്ചിട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ച് സൂക്ഷ്മതയുടേതാകുന്ന വലിയ വാദാനങ്ങൾ ലോകത്തിന് മലർക്കെ സമ്മാനിപ്പിച്ച സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, ആ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, വല്ലദീ യാ റസൂലല്ലാഹ് അവകാഇനു ദാലിക യാ ഹബീബല്ലാഹ്. ഈ രീതിയിൽ ഒരു കാലഘട്ടം ഇനി കടന്നു വരുമോ? നന്മ കൽപ്പിക്കുന്നവരോട് വെറുപ്പുള്ള കാലഘട്ടം, നന്മയെ തിന്മയായി കാണുന്ന കാലഘട്ടം, തിന്മയെ നന്മയായി കാണുന്ന കാലഘട്ടം, അങ്ങനെ ഒരു ലോകം വരുമോ റസൂലേ? ആദരവായ പ്രവാചകൻ പറഞ്ഞു, സഹാബാ വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലുത് കാണും സഹാബാ, അതിനേക്കാൾ വലുതിനെ കാണും സഹാബാ. അവസാന കാലഘട്ടത്തിലുള്ളതാകുന്ന സമൂഹം അതിനേക്കാൾ മോശപ്പെട്ട തെറ്റുകാരായി മാറുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്വഹാബത്ത് ആശ്ചര്യത്തോടുകൂടി മദീന മിമ്പറിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് മുത്തുനബിയോട് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് റസൂലേ? നന്മയെ തിന്മയാകുന്ന കാണുന്ന കാലഘട്ടം കടന്നു വരുന്നു. കള്ള് കുടിക്കരുത് എന്ന് പറയുമ്പോൾ കള്ള് കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ കള്ളുകുടി ഹലാലാണെന്ന നിലയ്ക്ക് വ്യാപകമായി വിറ്റഴിക്കപ്പെടുകയും അത് കുടിക്കാൻ വേണ്ടി പരസ്യമായി ബീവറേജിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ക്യൂ നിന്നുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ പരസ്യമായി അടിക്കുകയും പൂസാകുകയും ചെയ്ത് സ്വന്തം മാതാവിനെ വരെ കടന്നു പിടിച്ച് സ്വന്തം മക്കളെ വരെ വ്യഭിചരിച്ച് വീടിന്റെ കടത്തിണ്ണയിൽ കിടന്നുകൊണ്ട് കടന്നുറങ്ങാൻ തയ്യാറാവുന്നതായ കാലഘട്ടം കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, അതിനേക്കാൾ വലുതുണ്ടാകുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ അതിനേക്കാൾ വലുതുണ്ടാകും സഹാബാ. എന്താണ് അതിനേക്കാൾ വലുത് ചോദിച്ചു സഹാബത്ത്. നബി തങ്ങൾ പ്രത്യുത്തരം നൽകുകയാണ്, നിങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കാതെ തിന്മ കൊണ്ട് കൽപ്പിക്കുന്നതാകുന്ന ആളുകൾ കടന്നു വരും സഹാബാ. കള്ളു കുടിക്കാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, വ്യഭിചരിക്കാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, സിനിമ കാണാൻ നിങ്ങളോട് നിർബന്ധിക്കുന്ന, അത് കാണാതിരുന്നാൽ നിങ്ങൾ അടിക്കുന്ന ഒരു യുഗത്തിലേക്ക് സമൂഹം എത്തിപ്പെടും സഹാബാ. കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന ആളുകൾ കടന്നു വരും സഹാബാ. നിങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സദാചാരത്തിന്റെ അഖിലുകാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചോടിക്കുന്ന കാലഘട്ടം കടന്നു വരും സഹാബാ. ഇത് കാണാതെ ലോകം അവസാനിക്കില്ല എന്ന്
ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞ യുഗത്തിലേക്ക് തലത്തിലേക്ക് ഇന്നത്തേതാകുന്ന സമൂഹം എത്തിയില്ലയോ? സമകാലിക സന്ദർഭങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ. പരസ്യമായി കള്ളു കുടിക്കരുത് എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിൽ കൊഞ്ഞനം കുത്തുന്നവരല്ലയോ? അവരുടെ പ്രഭാഷണത്തിന്റെ ശകലങ്ങൾ എടുത്തിട്ട് അടർത്തി മാറ്റിയിട്ട് അതിന്റെ ഭാഗങ്ങൾ ക്ലിപ്പ് ചെയ്തിട്ട് അതിന് മുറിക്ലിപ്പുകളാക്കിക്കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വരുമാനമുണ്ടാക്കുന്ന ആളുകൾ ഇന്ന് ഇറങ്ങിത്തിരിച്ചില്ലയോ? എവിടെയാണ് സമൂഹം എത്തിയിരിക്കുന്നത് സഹാബ? എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിപ്പോകുന്നത് എന്ന് ആദരവായ റസൂലുള്ളാഹി